ഹായ് ഹലോ, ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടെ തന്നെ ഒരമുറി നാരങ്ങ നീരും കുറച്ച് തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണേ. അതിനുശേഷം വേഗം തന്നെ ഒരു 4 സവാളയും 2 തക്കാളിയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണേ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കണ്ടേ. വേഗം തന്നെ പോയി ബിരിയാണി ഉണ്ടാക്കേണ്ട പാത്രം എടുക്കുക, അടുപ്പത്തേക്ക് വെക്കുക, ഫ്ലെയിം ഓണാക്കി പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കൂടെ തന്നെ ഞാനൊരു ഡ്രൈ ലെമൺ കൂടി ഇട്ടിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാളയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതങ്ങനെ നന്നായിട്ട് വഴണ്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന ചിക്കൻ എടുക്കുക, അതങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ചിക്കനൊക്കെ നിരത്തി വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഞാൻ പെരിഞ്ജീരകപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ റൈസ് വേവത്തക്ക രീതിയിലുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളവും ഒഴിച്ച് അതങ്ങ് മൂടി വെക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. റൈസും ഇട്ട് കൊടുത്ത് അതങ്ങ് മൂടി വെക്കുക. മൂടി വെച്ച് ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി ഏകദേശം റെഡിയായി കഴിയും. ഇപ്പം നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ഒരു മണമാണ് വരുന്നത്. ആ സമയത്ത് കുറച്ച് സവാള, ഒരു 2 സവാള ഫ്രൈ ആക്കി ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ഫ്രൈ ചെയ്ത് ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇതുകൂടി ചേർത്ത് ഇതൊന്ന് മൂടി വെക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ എളുപ്പമല്ലേ ബിരിയാണി? നമ്മുടെയൊക്കെ വീട്ടിലെ പെട്ടെന്ന് നമ്മൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് കുറച്ച് ഗസ്റ്റ് വരുമ്പോഴേ അവർക്ക് എന്തുണ്ടാക്കി കൊടുക്കുമെന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ലേ? ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ. ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഓക്കെ, ബൈ.